ഇപ്പൊ ശ്യാം പാർക്കിംഗ് ഏരിയയിൽ വരും. എന്നെ കണ്ടില്ലെങ്കിൽ അപ്പ വിളിക്കും. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാം. ഇവിടെ കാണുമെന്നാണല്ലോ വർഷ പറഞ്ഞത്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. വർഷ എവിടെ പോയി? മാനേജർ വിളിക്ക്, സമയം തരൂ. ആ പ്രോജക്ട്സിൽ ചില ചേഞ്ചസ് വരുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഷ, നീ ഇതെന്ത് പണിയാ കാണിച്ചത്? എന്നോട് കാർ പാർക്കിങ്ങിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് നീ ഇത് എങ്ങോട്ടാ പോയത്? ശ്യാമേ, ഞാൻ കാർ പാർക്കിങ്ങിന്റെ അടുത്ത് ശ്യാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നതാ ഞാൻ. സോറി വർഷ, ഞാനത് അറിഞ്ഞില്ല. പക്ഷേ എന്നും ഇങ്ങനെ വിക്രമിനെ പേടിച്ച് ഒളിച്ചോടാൻ പറ്റില്ല. വിക്രമിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കണ്ടെത്തണം. ശ്യാമേ, എനിക്ക് കുറച്ച് സമയം വേണം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. ഈ അസമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയണ്ട. വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. രാത്രിയാണ്, സൂക്ഷിക്കണം. സാരമില്ല ശ്യാമേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഫോൺ വെച്ചേക്ക്. ഓക്കെ. തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയായ ചന്ദ്രികയ്ക്കാണ് ഭൂരിപക്ഷം സ്വത്തിന്റെ അവകാശം. അമ്മ വേണ്ടെന്ന് വെച്ച് തറവാട്ട് സ്വത്ത് മക്കൾക്ക് കിട്ടാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നാ അറിയേണ്ടത്. ഇതും ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ മനോജ്. ക്രൂരനും അത്യാഗ്രഹിയും സ്വാർത്ഥനുമായ സഹോദരൻ സ്വത്ത് കൈയടക്കി വച്ചിരിക്കുന്നു. ജീവഭയം മൂലം അമ്മ സ്വത്ത് ചോദിക്കുന്നില്ലെന്നും മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കോടതി ഇടപെട്ട് മക്കൾക്ക് ലഭ്യമാക്കണമെന്നും ചന്ദ്രികയുടെ പേരിൽ ആദ്യം ഒരു പരാതി കൊടുക്കാം. ആ കേസ് മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായും അശോകവർമ്മ കോടതിയിൽ വന്ന് സമാധാനം പറയേണ്ടി വരും. അപ്പോ പ്രയോഗിക്കേണ്ടതായ ലോ പോയിന്റുകൾ അതൊക്കെ കേസ് ശരിക്കും പഠിച്ച് കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും ചന്ദ്രികയും കോടതി കയറേണ്ടി വരും. കേറട്ടെ. മക്കളെ തോൽപ്പിക്കാനായി അച്ഛനമ്മമാർ അരയും തലയും മുറുക്കുമ്പോ മക്കളും കച്ചമുറുക്കി ഇറങ്ങണമല്ലോ. കോവിലകം വക സ്വത്ത് കേസ് അനുകൂലമായി വിധിക്കുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കോടികൾക്ക് മേൽ വിഹിതം കിട്ടിയിരിക്കും. കിട്ടണമല്ലോ. അതിനല്ലേ നിങ്ങൾ ഈ വക്കീലിനെ തന്നെ തേടി വന്നത്. ഇതാ ചന്ദ്രികയുടെ കേസിന്റെ വക്കാലത്ത് അഡ്വാൻസ്. ഭഗവാനെ, അച്ഛന്റെ പേരിലുള്ള വസ്തു സ്വന്തമാക്കി തരുന്ന കാര്യം ഉടനെ നടന്നിരിക്കണം. ഓക്കെ, നടന്നിരിക്കും.
ചെയ്യില്ലേ അവര് വിട്ടേക്ക്. കുഞ്ഞു കുഞ്ഞു അച്ഛാ അമ്മേ ദേ പോയിക്കോ പോയിക്കോ പോയിക്കോ. ദേവി, നമ്മുടെ മക്കൾ തന്നെയാണല്ലോ ഇത് ചെയ്യിച്ച്.